നിങ്ങളെ ആരെങ്കിലും അവിടെ പള്ളിയിൽ പോകണ്ട, നിങ്ങൾ മോസ്കിൽ പോകണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ വന്ന് നിങ്ങളുടെ കഴുത്തി പിടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്താണ് ബംഗ്ലാദേശ് നിങ്ങൾക്ക് വേണ്ടത്? നമ്മളെക്കുറിച്ചുള്ള ആൻറ്റി ഇന്ത്യ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവർ നമ്മൾ ആൻറ്റി ഇന്ത്യ അല്ല, പക്ഷേ ഇന്ത്യയിൽ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരി, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാമെന്നാണ് വിചാരിച്ചത്. അപ്പം ബംഗ്ലാദേശിനെ കുറിച്ചുള്ള സീക്വൻസ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്രീവിയസ് ഉള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന്. ഇപ്പോൾ ഈ ഒരു UN സബ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ UN വെച്ചിട്ട് ഡിപ്ലോമാറ്റിക്കലി ഒരു ടോക്ക് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക പ്രൈം മിനിസ്റ്റർ അഥവാ ചീഫ് അഡ്വൈസർ മായിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റിയില്ല. കാരണം അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ഒരു ക്ലിയർ കട്ട് ഡിനയൽ, അപ്പോൾ അത് ബംഗ്ലാദേശിനെ ശരിക്കും വീക്കൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയുടെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഒന്നും തന്നെ അവിടെ ഇനി ചെന്നിട്ട് പിന്നെ വേറെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഐസൊലേറ്റഡ് ഫീലാണ് അവിടെ ഉണ്ടായത്. പുള്ളി നേപ്പാളിലെ പിന്നെ പ്രൈം മിനിസ്റ്ററുമായിട്ടും അതേപോലെ എല്ലാ ഗ്ലോബൽ ലീഡേഴ്സ് അവരുടെയൊക്കെ സംസാരത്തിൽ നിന്നും അത്ര ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ ഇന്ത്യയെ പോലെ ഒരു സൗണ്ടായിട്ടൊരു എക്കണോമിക്കലി അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രാജ്യങ്ങൾ അല്ല അതൊന്നും. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം തിരിച്ച് വന്ന ഉടനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മോദി അവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാലൊരു തിരിച്ചടിയായതിന്. ഇപ്പോൾ ഇവിടെ നാട്ടിലോട്ട് തിരിച്ച് വന്ന പാടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവർ ജമാഅത്ത് ഇസ്ലാമിയുടെ സുപ്രീമോ എന്ന് പറയുന്ന ഷഫീഖുർ റഹ്മാൻ, അത് അവരുടെ സുപ്രീമോ, ജമാഅത്ത് ഇസ്ലാമിയുടെ സുപ്രീമോ, പുള്ളി പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയെ തിരിച്ച് തരണം, എന്നിട്ട് അവരെ ഇവിടുത്തെ നിയമ നടപടികളിലൂടെ കടന്നു പോകാൻ അനുവദിക്കണം. ബംഗ്ലാദേശിൻ്റെ ലോ ഒബ്സർവ് ചെയ്ത് അതിലൂടെ അവർ പിന്നെ നിയമ നടപടികൾക്ക് വിധേയമാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിപ്പോൾ ഉടനെ നമ്മൾ കൊടുക്കും. അപ്പോൾ അതങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ മതി. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് പിന്നെ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ന്യൂഡൽഹി അവരുടെ ഫോറിൻ പോളിസി ചേഞ്ച് ചെയ്യണം. ഭയങ്കര ഉപദേശങ്ങളാണ്, മനുഷ്യനെ ഉപദേശിച്ചങ്ങ് കൊല്ലുകയാണ്. പിന്നെ ഞങ്ങൾ ഭയങ്കര നല്ലവരാണ്, അവർ തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, അവർ വളരെ നല്ലവരാണ്, ഭയങ്കര പിന്നെ കൈൻഡ് ഹാർട്ടഡ് ആണ്. ഇതെല്ലാം അവരാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവർ തന്നെയാണ് അവരെ പുകഴ്ത്തുന്നത്. മൈനോറിറ്റീസിനെതിരെ ഒന്നും അവരെ ഒരു പ്രവർത്തനവും അവിടെ ചെയ്തിട്ടില്ല, അതൊക്കെ വെറും അലിഗേഷൻസ് മാത്രമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പ്ലക്കാർഡും കൊടിയും പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ബോർഡറിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. എനിക്കറിയത്തില്ല, അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ ഇവർ അഥവാ നല്ല രീതിയിൽ മൈനോറിറ്റിക്കെതിരെ ഇവർ നല്ല രീതിയിൽ അട്രോസിറ്റി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ പൂച്ച പോലെ പതുങ്ങിയിരിക്കുന്ന ഈ യുണൈറ്റഡ് നേഷൻസില്ലേ, അവിടെ തന്നെ കൊണ്ട് ഫയൽ ചെയ്യണം. അവന്മാരെ നോക്കിക്കോട്ടെ എന്നേ ബാക്കി കാര്യങ്ങൾ. കശ്മീർ മാത്രം ഇതേ രീതിയിൽ അവന്മാർ ചാടി നടക്കുന്നില്ലേ. ഈ യുണൈറ്റഡ് നേഷൻസിന് കശ്മീരിലോട്ട് വരാൻ എന്തുമാത്രം ആഗ്രഹമാണ്, ഭയങ്കര ഫോക്കസ് അല്ലേ അവിടെ വന്ന് പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇതൊക്കെ നോക്കണം, ഇവിടെയൊക്കെ വന്ന് നോക്കട്ട് മൈനോറിറ്റീസ് അട്രാക്ട്, അതൊക്കെ പരാതി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതൊന്നും ഇങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇവർക്ക് ഗവൺമെൻറ് കോട്ട, എംപ്ലോയ്മെൻറ്റ്, സ്റ്റുഡൻറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ് മൈനോറിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇന്ത്യ പോലെ തന്നെയാണ് പാകിസ്ഥാൻ. 1971 മുമ്പ് നമ്മൾ ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് അറിയപ്പെട്ടിരുന്നതാണ്. ഞങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് പാകിസ്ഥാനോട് മാത്രമല്ല, US-ഉമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ അവർ നല്ല രീതിയിലുള്ള ബന്ധം കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ ആർക്കും വേണ്ടി ഒരു ഫേവറിസം ഉണ്ടാക്കാൻ അവിടെ തീരുമാനിക്കുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരുടെ മെയിൻ ഫോക്കസ് അവരുടെ ഗാർമെൻറ്റ് മേഖലയെ പിന്നെ റിജുവിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സോപ്പിടലാണ്, അതായത് സോപ്പിട്ടിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ അയഞ്ഞ് വരാമെന്നുള്ളതാണ്. ഇവരിങ്ങനെ ഫോട്ടോ കണ്ടല്ലോ, റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ തലയ്ക്കകത്താണ് പ്രശ്നമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെളിയിൽ കാണാൻ കഴിയില്ല സംഭവം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണല്ലോ ഒരുപാട് ആൾക്കാർ പിന്നെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് വരുന്നതും പല എഴുത്തുകാരും ക്രിട്ടിസൈസം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്ത്യയിൽ വന്ന് ഒളിഞ്ഞ് താമസിക്കുന്നതിൻ്റെ അവസ്ഥ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ ഡാം തുറന്നു വിട്ട ഒരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എല്ലാ വർഷങ്ങളും ഇങ്ങനെ പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ വരാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഡാം തുറക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് തരണമായിരുന്നു എന്നാണ് പറഞ്ഞത്. മുന്നറിയിപ്പൊക്കെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വെറുതെ അലിഗേഷനായിട്ട് പറയുന്നതാണ്. പിന്നെ അവിടെ ഒരു ഡാമേ വേണ്ട, അതായത് ഈ ഫറാക്ക ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഡാമേ വേണ്ട എന്നാണ് പറയുന്നത്. വെള്ളം നാച്ചുറലി അങ്ങ് ഒഴുകി പൊയ്ക്കോട്ടെ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. ഈ ഡാം വന്നതിന് ശേഷമാണ് ഈ ബംഗ്ലാദേശിൽ ഇത്രയും സമാധാനത്തോടെ ആൾക്കാർ ജീവിക്കാൻ പറ്റുന്നത്. അത് ഇവൻ പോയി പഠിക്കണം ആദ്യം, അല്ലാതെ ഇതെങ്ങനെ മറ്റുള്ള സംഭവങ്ങൾ ചെയ്യാനും ജയിലിൽ പോകാനും പുറത്തു വരാനുള്ള സമയമുള്ളൂ, മറ്റത് പഠിക്കാനും സമയമില്ല. അപ്പം നാച്ചുറൽ ഡിസാസ്റ്ററും ഇങ്ങനെ പിന്നെ ജിയോഗ്രഫിയും ലാൻഡിൻ്റെ അവസ്ഥയൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ ഇരുന്ന് പഠിക്കണം. അതിന് ഈ ഒരു മൈൻഡ് സെറ്റ് മാത്രം പോരാ. അപ്പം ഇങ്ങനെ ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ആൻറ്റി ഇന്ത്യ എന്ന് പറഞ്ഞൊരു പിന്നെ ഫീലൊന്നും അവർക്കില്ല. അവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പിന്നെ കഴിഞ്ഞ ആഴ്ച പിന്നെ അമിത്ഷാ പറഞ്ഞല്ലോ, ഇവിടുത്തെ പിന്നെ
നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഡീപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിപ്പോൾ കുറച്ച് പേടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടിക്കണക്കിൽ ആൾക്കാരാണ് അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ അവന്മാർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കോടിക്കണക്കിൽ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കാരണം ഇനി കൺട്രോൾ നിർത്താൻ പറ്റത്തില്ല. ഇവർക്ക് ഇന്ത്യയുമായിട്ട് ഒരു സമവായത്തിൽ എത്താണ്ട് ഇവർക്ക് മുന്നോട്ട് രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ജനങ്ങളുടെ വിരോധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജനങ്ങൾ ഇപ്പോൾ എതിരായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു പിള്ളേരുടെ വാക്കും കേട്ട് ഇങ്ങനെ സ്റ്റുഡൻസ് പൊളിറ്റിക്സിൽ ഇറങ്ങി ഇങ്ങനെ രാജ്യം പിടിച്ചടക്കിയിട്ട് അവസാനം അവിടെ കഞ്ഞിക്കില്ലാത്ത വകയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലാണ്ട് അവരെ ഈക്വലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. നമ്മളെല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. UN വെച്ച് അവരുടെ അടുത്ത് ഈക്വലായിട്ട് കൊടുത്ത് സംസാരിക്കാൻ നമുക്ക് സൗകര്യമില്ല. അത് ഡിപ്ലോമസിയാണ്. അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പോൾ ഏതാണ്ട് കുത്തഴിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഇന്ത്യൻ ഗവൺമെൻറ് നല്ല രീതിയിൽ ഇത് പിടിമുറുക്കും. ഓൾറെഡി പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ പുള്ളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആൻറ്റി ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇമോഷൻ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾക്ക് പ്രോ ബംഗ്ലാദേശ് എന്നുള്ളൊരു അജണ്ടയേ ഉള്ളൂ. പ്രോ ബംഗ്ലാദേശ് തന്നെയാണ് ആൻറ്റി ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ നിൽക്കുന്ന 3 ബോർഡറും നമ്മളാണല്ലോ. പിന്നെ നിങ്ങളുമായിട്ട് ചൈന ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങളുമായിട്ട് വേറെ ഏതെങ്കിലും രാജ്യം, ഓൺലി മിയാൻമർ മാത്രം ചെറിയൊരു തോതിൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. വേറെ എന്താണ് നിങ്ങൾക്ക് അവിടെ പ്രോ ബംഗ്ലാദേശ് ഉണ്ടാക്കാനുള്ള കാരണം? നിങ്ങളെ ആരാണ് അവിടെ വന്ന് നിങ്ങളെ ആരെങ്കിലും അവിടെ പള്ളിയിൽ പോകണ്ട, നിങ്ങൾ മോസ്കിൽ പോകണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ വന്ന് നിങ്ങളുടെ കഴുത്തി പിടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്താണ് പ്രോ ബംഗ്ലാദേശ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ഉന്നമനത്തിനും നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിനും നമ്മൾ സ്കൂൾ ഉൾപ്പെടെ പല പല ഫെസിലിറ്റീസ്, കറണ്ട്, വെള്ളം ഇതെല്ലാം നമ്മൾ തന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രോ ബംഗ്ലാദേശ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു രാഷ്ട്രീയത, ഒരു പാട്രിയോട്ടിസം എല്ലാം നല്ലതാണ്. ബംഗ്ലാദേശിനാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ദേശീയ ഗാനം മാറ്റുന്നു, നിങ്ങൾ പല പല പ്രവൃത്തികൾ ചെയ്യുന്നില്ലേ, നിങ്ങൾ ശരീഅത്ത് ലോ കൊണ്ടുവരുന്നു. ഇതാണോ പ്രോ ബംഗ്ലാദേശ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ഭരണമാണ് കരുതുന്നത് നിങ്ങൾ പറ. അതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ അല്ലാതെ ചുമ്മാ നിങ്ങൾ വന്ന് ഇങ്ങനെ പറയുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. അങ്ങനെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുറമേ ഇങ്ങനെ വലിയൊരു ഭയങ്കര നന്മമരം ചമഞ്ഞുള്ള സംസാരമൊന്നും വേണ്ടാന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ക്ലിയർ കട്ടായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് ഇന്ത്യയുമായിട്ടൊരു അവർ ആൻറ്റി ഇന്ത്യ അല്ല പോലും, പക്ഷെ അവർക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇന്ത്യയുമായിട്ട്. 2014 അവിടെ നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് അവിടെ ഇടപെട്ടിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി, ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഈ സാക്കിർ നായിക്, ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളുണ്ടായിരുന്നല്ലോ. ഇതിലെ ഗ്രൂപ്പിലൊക്കെ പെട്ട ഈ ഒരു പീസ് ഇങ്ങനെയുള്ള സമാധാനത്തിൻ്റെ വളരെ പ്രാവുകളിൽപ്പെട്ട കുറേ ആൾക്കാർ അവിടെ ഇലക്ഷനിൽ മത്സരിക്കാൻ നിന്നിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഷെയ്ഖ് ഹസീനയുടെ മെസ്സേജ് കൊടുത്തിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഭീഷണി ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ ക്രൈം റെക്കോർഡും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില ആൾക്കാരെ തടഞ്ഞിരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ്റിന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പ് എടുത്തു, അവരുടെ രാജ്യത്തിൻ്റെ സോവറിനിറ്റിയിൽ നമ്മൾ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവർ നമുക്കെതിരെ ആയത് പോലും. ഇതാണ് അവരുടെ റീസണായിട്ട് അവർ പറയുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടു എന്നാണ് അവർ പറയുന്നത്. ഇതാണ് അവിടെ പറഞ്ഞ് കുത്തിത്തിരിപ്പാക്കി വെച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഇവരുടെ ഡീപ്പ് മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ആൻറ്റി ഇന്ത്യ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്നിട്ടും നമ്മൾ ആൻറ്റി ഇന്ത്യ അല്ല, പക്ഷേ ഇന്ത്യയിൽ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരി, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇപ്പോൾ ഒരു ക്ലിയർ സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളൊരിക്കലും അവരുമായിട്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പോകാൻ പോകുന്നില്ല. നമ്മൾ അവിടുത്തെ പൊളിറ്റിക്കൽ അരീന മാറി വരുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ്, ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു അപ്ഡേറ്റ്, അതായത് UN വരുന്നത് യൂനസ്, നാട്ടിൽ നിന്ന് അറിയിപ്പ് കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. തുടർന്നും വരുന്ന അപ്ഡേറ്റ്സുകൾ, ഡെവലപ്മെൻറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണുക. താങ്ക് യു സോ മച്ച്.